നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. പേരോർത്തു വെച്ചോ, മുകുൾ ചൗധരി. സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ അവൻ കാണിച്ച മാസ് അതേപോലെ IPL കൊണ്ടുവന്നിരിക്കുന്നു. അതിൻ്റെ ഫലം KKR വീണ്ടും ഒരു കളി കൂടി പരാജയപ്പെട്ടിരിക്കുന്നു. യെസ്, 17ാമത്തെ ഓവർ മുതൽ തുടങ്ങിയതാണ് അവൻ്റെ താണ്ഡവം. വൈഭവ് അറോറയ്ക്ക് ഒരു ഫോറും തൊട്ടു പിന്നാലെ സിക്സറും കൊടുത്തവൻ തുടങ്ങി. അടുത്ത ഓവർ എറിയാൻ വന്ന കാർത്തിക് ത്യാഗിക്ക് കൊടുത്തു 2 സിക്സറുകൾ. കളി അവൻ വരുതിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവനെ തടയാനായിട്ട് 19ാമത്തെ ഓവറിൽ കാമറൂൺ ഗ്രീനെ നിയോഗിച്ചു. കൊടുത്തു 2 സിക്സറും ഒരു ഫോറും. പിന്നെ അവസാന ഓവറിൽ വിജയിക്കാൻ വേണ്ട 14 റൺസ് സ്ട്രൈക്ക് ചെയ്ത് ആവേശ് ഖാൻ സിംഗിൾ എടുത്തു കൊടുക്കുന്നു. തൊട്ടടുത്ത പന്തിൽ വൈഭവ് അറോറയെ സിക്സറിന് പറത്തിക്കൊണ്ട് വിജയിക്കാൻ വേണ്ടത് 7 റൺസാക്കി കുറക്കുന്നു. അടുത്ത 2 പന്തുകൾ ഡോട്ട് ബോളാക്കി. അടുത്ത പന്തിൽ കിടിലൻ സിക്സർ. കളി ഇതാ, ജയിക്കാൻ ഇനി 1 റൺസ്. അവസാന പന്ത് അവൻ അടിക്കാൻ ശ്രമിച്ചു, സാധിച്ചില്ല. പക്ഷേ ആ ബൈറൺ ഓടിയെടുത്തു. ഇന്നലെ ജോസ് ബട്ട്ലറാണ് മില്ലറെ പറ്റിച്ചത്. അങ്ങനെ അദ്ദേഹം ആദ്യം തന്നെ ഗ്ലൗ ഊരിയിട്ട് കാത്തു നിന്ന് ഒറ്റ കയ്യിൽ മാത്രം ഗ്ലൗ വെച്ച് നിന്ന് കുൽദീപ് യാദവിനെ റണ്ണൗട്ടാക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ അതിന് സാധിച്ചില്ല KKRൻ്റെ വിക്കറ്റ് കീപ്പർക്ക്. ഒടുവിൽ അതാ അവസാന പന്തിൽ ത്രില്ലറിൽ വിജയിച്ചേറിയിരിക്കുന്നു. 3 വിക്കറ്റിന് വിജയം LSG സ്വന്തമാക്കിയിരിക്കുന്നു. സോ മറക്കണ്ട ഈ പേര്, മുകുൾ ചൗധരി. അവൻ 27 പന്തുകളിൽ നിന്ന് 7 സിക്സറുകളും 2 ഫോറും അടക്കം 54 റൺസ് അടിച്ച് പുറത്താകാതെ നിന്ന് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. നേരത്തെ ആയുഷ് ബദോനിയും നിക്കോളാസ് പൂളനും ഒക്കെ വീട് പോയപ്പോൾ കഴിഞ്ഞു എന്ന് കരുതിയതാണ്. അവിടെ നിന്നാണ് LSG വിജയത്തിലേക്ക് പോയിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത KKR 20 ഓവറുകളിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 181 റൺസാണ് അടിച്ചത്. അവർക്ക് വേണ്ടി അജിങ്ക്യ രഹാനെ മികച്ച ബാറ്റിംഗ് നടത്തി. 24 പന്തിൽ 4 ഫോറും 2 സിക്സും അടക്കം 170.83 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം 41 റൺസ് അടിച്ചപ്പോൾ ഫിൻ അലൻ പരാജയമായി. 9 റൺസാണ് അദ്ദേഹം അടിച്ചത്. രഘുവൻഷി 33 പന്തിൽ നിന്ന് 45 റൺസ് അടിച്ചപ്പോൾ കാമറൂൺ ഗ്രീൻ 24 പന്തുകളിൽ നിന്ന് 3 ഫോറും 1 സിക്സറും അടക്കം 32 റൺസ് അടിച്ചു. റിങ്കു സിംഗ് 4 റൺസുമായിട്ടും മടങ്ങി. അതേസമയം പവൽ 24 പന്തിൽ 4 ഫോറും 2 സിക്സും അടക്കം 39 റൺസ് അടിച്ചിരുന്നു. ജയിക്കാൻ വേണ്ട 182 റൺസിലേക്ക് ബാറ്റ് വീശിയ ലക്നൗ സൂപ്പർ ജയൻസിന് സ്കോർ ബോർഡിൽ 41 റൺസ് എത്തി നിൽക്കവേ ആദ്യ വിക്കറ്റ് നഷ്ടമായി. മാർക്രം മടങ്ങി. മാർക്രം 15 പന്തിൽ നിന്ന് 22 റൺസാണ് അടിച്ചത്. സഹ ഓപ്പണർ മിച്ചൽ മാർഷ് 11 പന്തിൽ നിന്ന് 15 റൺസാണ് അടിച്ചത്. ഋഷഭ് പന്തിനും തിളങ്ങാൻ പറ്റിയില്ല. 9 പന്തിൽ നിന്ന് 10 റൺസ് അടിച്ച് നിൽക്കവേ കാമറൂൺ ഗ്രീൻ്റെ ആദ്യ പന്തിൽ കാർത്തിക് ത്യാഗി പിടിച്ചു പുറത്താവുകയായിരുന്നു. ബദോനി ടീമിനെ മുന്നിലേക്ക് കൊണ്ടുപോയി. പക്ഷേ നിക്കോളാസ് പൂറൻ 15 പന്തിൽ നിന്ന് 13 റൺസുമായിട്ട് മടങ്ങി. ബദോനി ആവട്ടെ 34 പന്തുകൾ 7 ഫോറും 2 സിക്സറും അടക്കം അദ്ദേഹം 54 റൺസ് അടിച്ചു. അർദ്ധ സെഞ്ചുറി പിന്നിട്ടതിന് തൊട്ട് പിന്നാലെ അദ്ദേഹം മടങ്ങുകയായിരുന്നു. അതേസമയം അബ്ദുൽ സമദ് 2 റൺസ് അടിച്ചു. മുഹമ്മദ് ഷമി കയറ്റുവിട്ടെങ്കിലും അദ്ദേഹം 1 റൺസുമായിട്ട് മടങ്ങിപ്പോയി. ഒടുവിൽ ആവേശ് ഖാൻ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് കളിയങ്ങ് ഫിനിഷ് ചെയ്തു. മുകുൾ ചൗധരി 27 പന്തുകൾ 54 റൺസ്, ഒരു ഡ്രീം ഇന്നിങ്സ് അദ്ദേഹം കളിച്ചുകൊണ്ട് ഇതാ LSG വിജയത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.